ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സജ്ജനങ്ങളെ, നമ്മുടെ കുടുംബം എന്നത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അച്ഛനും അമ്മയും ഭാര്യയും മക്കളും അടങ്ങുന്ന കൊച്ചു കുടുംബം തന്നെയാണ് പലരുടെയും ലോകം തന്നെ. നമ്മുടെ ഓരോ വിയർപ്പ് തുള്ളിയും ഒഴുകുന്നത് അവരുടെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടിയാണ്. നമ്മുടെ പൊന്നോമനകളുടെ പുഞ്ചിരി കാണാൻ നാം എന്തു വേണമെങ്കിലും ചെയ്യാറില്ലേ? അമ്പിളിമാമനെ വേണമെന്ന് പറഞ്ഞ് ഒരു കുഞ്ഞ് കരഞ്ഞാൽ സാധ്യമായ കാര്യമാണെങ്കിൽ അതും ചെയ്യാൻ നമുക്ക് മടിയില്ല. കാരണം മക്കൾ നമ്മുടെ ജീവനാണ്, അല്ലേ? നമ്മുടെ പിഞ്ചു മക്കൾ നല്ലവരായി വളർന്നു വരണമെങ്കിൽ മാതാപിതാക്കളായ നമുക്കും ഉത്തരവാദിത്തങ്ങൾ ഏറെയുണ്ട്. അവ എന്തൊക്കെയാണ് എന്നതാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം. അനാശാസ്യം വചോദ്രവ്യം അമംഗല നിവേദനം അവമാന നമാടോപം ന ബാലസ്യ പ്രകാശയേത്. കാമക്രോധലോഭമോഹാദികൾ വന്ന് നമ്മളെ പിടിച്ചുലയ്ക്കുമ്പോൾ നാം അറിയാതെ പരിസരം പോലും മറന്ന് പ്രവർത്തിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സംഭവിച്ചിട്ടുള്ള കാര്യമല്ലേ? ഇത്തരം ഘട്ടങ്ങളിൽ പലപ്പോഴും നമ്മുടെ കുഞ്ഞുമക്കളെ നാം ശ്രദ്ധിക്കാറില്ല. ഏത് പ്രശ്നത്തിലാണോ നാം ബന്ധപ്പെട്ടിരിക്കുന്നത് അതിൽ മാത്രമായിരിക്കും നമ്മുടെ അപ്പോഴത്തെ ശ്രദ്ധ മുഴുവൻ. അപ്പോഴുണ്ടാകുന്ന വാദപ്രതിവാദങ്ങളിൽ ഒന്നുമറിയാതെ കാഴ്ചക്കാരായി മാത്രം നിൽക്കുന്ന കുഞ്ഞുമക്കളെ നാം ശ്രദ്ധിക്കാറില്ല. ആ സമയത്ത് ജയത്തിനു വേണ്ടി നാം എന്തൊക്കെയാണോ പറഞ്ഞത് എന്ന് നമുക്ക് തന്നെ ഓർമ്മയുണ്ടാവില്ല. നാം പറഞ്ഞ നല്ലതും ചീത്തയുമെല്ലാം കുഞ്ഞും കേട്ടിരിക്കും. പതിയെ പതിയെ ഏതെങ്കിലും ഒരവസരത്തിൽ ആ കുഞ്ഞിൻ്റെ നാവിൽ നിന്ന് ഇത്തരത്തിലൊന്ന് കേൾക്കുമ്പോഴായിരിക്കും ശരിക്കും നാം ചെയ്ത തെറ്റിനെപ്പറ്റി നമ്മൾക്ക് ബോധമുണ്ടാവുന്നത്. അപ്പോൾ അത്രയും കെട്ട വാക്കുകൾ കുഞ്ഞ് പഠിച്ചു കഴിഞ്ഞിരിക്കും. അതുപോലെ കുഞ്ഞിനോടായി ചീത്ത വിചാരം ഉളവാക്കുന്ന പ്രവൃത്തികൾ കാണിച്ചു കൂട്ടിയാൽ അതും ആ കുഞ്ഞ് കണ്ടുപഠിച്ചിരിക്കും. കൂടാതെ കുഞ്ഞിൻ്റെ സമക്ഷത്തിൽ നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും മാനാഭിമാനം ഉളവാക്കുന്നതായിരിക്കണം. നമ്മുടെ ഓരോ പ്രവൃത്തിയും കുഞ്ഞിൽ മാനാഭിമാനം ജനിപ്പിക്കാൻ ഉതകുന്നതായിരിക്കണം. സ്വകാര്യത വേണ്ടുന്ന പ്രവൃത്തികൾ ഒരു കാരണവശാലും കുഞ്ഞിൻ്റെ സമക്ഷത്തിൽ അരുത്. അത് അവനല്ലെങ്കിൽ അവളുടെ മാനസിക വ്യാപാരങ്ങളെ പ്രതികൂലമായി ബാധിക്കും. ചില മാതാപിതാക്കൾ കുഞ്ഞിൻ്റെ മുമ്പിൽ മദ്യപിക്കുക, പുകവലിക്കുക, അശ്ലീലം കാണുക, സംസ്കാരമില്ലാത്ത പ്രവൃത്തികൾ ചെയ്യുക, ചീത്ത വാക്കുകൾ പറയുക എന്നിവ ചെയ്യാറുണ്ട്. ഇതെല്ലാം അവൻ്റെ അല്ലെങ്കിൽ അവളുടെ കുഞ്ഞു മനസ്സിൽ പതിയുകയും ചെറുപ്പകാലം തൊട്ട് നല്ലത് കണ്ടും കേട്ടും വളരേണ്ട കുഞ്ഞുങ്ങൾ ഇതെല്ലാം കണ്ടും കേട്ടും അനുഭവിച്ചും വഴിതെറ്റിപ്പോകുന്നതിൽ അത്ഭുതപ്പെടാനില്ല. അതിന് വഴിവെക്കുന്നത് മാതാപിതാക്കളുടെ അശ്രദ്ധയാണ്. അതുകൊണ്ടാണ് ഗുരു നമുക്കായി ഇപ്രകാരം തിരു ഉപദേശങ്ങൾ നൽകിയിരിക്കുന്നത്. അനാശാസ്യം വചോദ്രവ്യം അമംഗല നിവേദനം അവമാന നമാടോപം ന ബാലസ്യ പ്രകാശയേത്. അതായത് കുഞ്ഞിനോട് കെട്ട വാക്ക് പറയുകയോ ചീത്ത വിചാരം ജനിപ്പിക്കുന്നതോ മാനാഭിമാനമില്ലാത്തതോ ആയ പ്രവൃത്തികൾ ചെയ്യരുത് എന്നാണ്
ഗുരുവിൻ്റെ അഭിമതം. നിങ്ങൾക്കേവർക്കും ഗുരുദേവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ.